ഹായ് ഓൾ, എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സ്പോർട്സ് എന്നുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. അതൊരു മോക്ക് ടെസ്റ്റ് പോലെയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ചോദ്യത്തിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് യാനിക് സിന്നർ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം കിരീടം നേടിയത് അരീന സബലെങ്ക. അപ്പോൾ ഒന്ന് ഉത്തരം ഏതാണെന്ന് നോക്കിയേ. നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രസ്താവന 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയതാരാണ്? യാനിക് സിന്നറാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്, യാനിക് സിന്നറാണ് അല്ലേ. അതായത് ഇറ്റലി രാജ്യം ഏതാണ്? യാനിക് സിന്നർ രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. അദ്ദേഹം ജർമ്മൻ താരമായിട്ടുള്ള അലക്സാണ്ടർ സ്വരേവിനെയാണ് എന്ത് ചെയ്തത്? ഫൈനലിൽ പരാജയപ്പെടുത്തിയത് അല്ലേ. അതൊന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ 2024 ഈ പറഞ്ഞ കിരീടം നേടിയത് ആരെന്നെയായിരുന്നു? ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയ ആരായിരുന്നു? യാനിക് സിന്നർ ആയിരുന്നു അല്ലേ. ഈ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്നൊക്കെ പറഞ്ഞാൽ വിംബിൾഡൺ ടൂർണമെന്റ്, ഈ പറഞ്ഞ എന്താണ്, ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിലെ ഒരു ടെന്നീസ് ടൂർണമെന്റ്. പ്രധാനമായിട്ട് 4 ടൂർണമെന്റുകളാണ് ഈ പറഞ്ഞ ഗ്രാൻഡ് സ്ലാമിൽ വരെ. ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ, അത് കഴിഞ്ഞുള്ള ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ, പിന്നെ ഏതാണ്? വിംബിൾഡണും US ഓപ്പണുമാണ്. ഓക്കെ. അപ്പോൾ 2025 24 വിന്നറായത് യാനിക് സിന്നറാണ്. അതുപോലെ തന്നെ 2000 ആരെയാണ് പരാജയപ്പെടുത്തിയത്? അലക്സാണ്ടർ സ്വരേവിനാണ്. ഓക്കെ അല്ലേ. അങ്ങനെ 2025 വനിതാ വിഭാഗം കിരീടം നേടിയാണ് അരീന സെബലെങ്ക. ആണോ? അല്ല അല്ലേ. ആരാണ് വനിതാ വിഭാഗം കിരീടം നേടിയ? ആരായിരുന്നു? മാഡിസൺ കീസ് ആണ് അല്ലേ. ആരാണ്? മാഡിസൺ കീസ് ആയിരുന്നു. ഓക്കെ, അമേരിക്കക്കാരിയായിട്ടുള്ള മാഡിസൺ കീസ്. അപ്പോൾ ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അരീന സെബലെങ്കനെയാണ് ആര് പരാജയപ്പെടുത്തിയത്? മാഡിസൺ കീസ് പരാജയപ്പെടുത്തിയത്. ഓക്കെ. 2024 വിന്നറായതാരായിരുന്നു? അരീന സബലെങ്ക ആയിരുന്നു. അരീന സബലെങ്ക ഏതാ രാജ്യമാണ്? ഏതാണ്? ബെലാറസ് ആണ്. ഏതാണ്? ബെലാറസ് ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഏതാണ്? 1 ശരിയാണ്, 2 തെറ്റാണ് അല്ലേ. അപ്പോൾ എന്താണ്? 1 മാത്രം ശരി. ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരി. ഇതാണ് ഉത്തരം വരും. ഓപ്ഷൻ എ, 1 മാത്രം ശരി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2034 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2024 ചോദിച്ചത്. 2024 ഏതാണ്? സൗദി അറേബ്യയാണ്. ഓപ്ഷൻ എ. ഏതാണ് ഉത്തരം? സൗദി അറേബ്യ ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ 2026 വേൾഡ് കപ്പ് എവിടെ നടക്കുക? ഫുട്ബോൾ വേൾഡ് കപ്പ് അല്ലേ. ഫിഫ അല്ലെ. ഫിഫ വേൾഡ് ഫിഫ എപ്പോഴാണ് വന്നേ? 1904 അല്ലേ. 1904 മെയ് 21 ആണ്. ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ സ്യൂറിച്ചാണ്. അപ്പോൾ 2022 ഖത്തറിൽ നടന്നു. അർജന്റീന ചാമ്പ്യന്മാരായി അല്ലേ. അതുപോലെ തന്നെ 2026 നടക്കാൻ പോകുന്ന എവിടെയാണ്? ഈ പറഞ്ഞ എന്താണ്? USA അല്ലെ. അമേരിക്ക, അതായത് വടക്കേ അമേരിക്കയാണ്. 3 രാജ്യങ്ങളാണ് വടക്കേ അമേരിക്കയിലെ 3 രാജ്യങ്ങളായിട്ടുള്ള. ഏതൊക്കെയാണ്? കാനഡ, മെക്സിക്കോ, USA ആണ്. കാനഡ, മെക്സിക്കോ, USA. അതുപോലെ തന്നെ 2030 അല്ലേ. 2030 ഫിഫ വേൾഡ് കപ്പിന് 100ാം വാർഷികമാണ്. 1930 ഈ വേൾഡ് കപ്പ് ആരംഭിച്ചത്. അതിന്റെ 100ാം വാർഷികമാണ്. അത് നടക്കാൻ പോകുന്ന 2 വൻകരകളിലായിട്ടാണ്. 2026 വടക്കേ അമേരിക്കയിലാണ്. 2030 നടക്കാൻ പോകുന്ന 2 വൻകരകളിലായിട്ടാണ്. ഏതൊക്കെ വൻകരയാണ്? യൂറോപ്പും അതേപോലെ തന്നെ അല്ല, 2 അല്ല 3 വൻകരകൾ വരും അല്ലെ. ഏതും കൂടി വരും? യൂറോപ്പ് ഉണ്ട്, അതുപോലെ എന്താണ്? ആഫ്രിക്ക ഉണ്ട്, അതുപോലെ ഏതാണ്? ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയിലെ 3 രാജ്യങ്ങളാണ് അർജന്റീന, ഉറുഗ്വേ, പാരഗ്വേ അല്ലെ. അർജന്റീന, ഉറുഗ്വേ, പാരഗ്വേയും അതുപോലെ യൂറോപ്പ് ആരാണ്? സ്പെയിനും പോർച്ചുഗലും ആണ്. അതുപോലെ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള മൊറോക്കോ. ഇതൊക്കെയാണ് 2030 വേദി. 2034 വേദിയാണ് ഏതെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള എക്സാമുകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ഫിഫ വേൾഡ് കപ്പിന്റെ വേദി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗോഗോ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. 2025 പ്രഥമ ഗോഗോ വേൾഡ് കപ്പിന് വേദിയായത് ന്യൂഡൽഹിയാണ്. ശരിയാണോ? ശരിയാണ്. 2025 ഗോഗോ വേൾഡ് കപ്പ് എവിടെ പറഞ്ഞ? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. പ്രഥമ പുരുഷ വനിത ഗോഗോ ലോകകപ്പ് നേടിയത് ഇന്ത്യയാണ്. അതും ശരിയാണ്. അതായത് പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കിരീടം നേടിയ ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. ഇന്ത്യയിൽ എവിടെയെന്ന് വെച്ചാൽ ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ 2ലും കിരീടം നേടിയ ആരായിരുന്നു? ഇന്ത്യയായിരുന്നു. ഇന്ത്യ ഫൈനലിൽ 2 വിഭാഗത്തിലും നേപ്പാളിനെയാണ് പരാജയപ്പെടുത്തുക. ആരെ പരാജയപ്പെടുത്തിയാണ്? നേപ്പാളിനെയാണ് പരാജയപ്പെടുത്തുക. അടുത്ത എന്താണ്? അടുത്ത വേദി, അടുത്ത ഗോഗോ ലോകകപ്പിന്റെ വേദി ഏതാണ്? ഇംഗ്ലണ്ടാണ്. ഏതാണ്? ഇംഗ്ലണ്ടാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1, 2, 3 ശരിയല്ല, എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് എന്ത് വരിക? ഉത്തരം വരിക. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെയുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയവരിൽ ഉൾപ്പെടാത്തത്
ആരാന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ് നമ്മൾ പഠിക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്, ആരൊക്കെയാണ്? പ്രവീൺ കുമാർ അല്ലെ, പാരാലിമ്പിക്സ് താരമായിട്ടുള്ള പ്രവീൺ കുമാർ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. പാരാലിമ്പിക്സിൽ ഹൈ ജമ്പിൽ സ്വർണം നേടിയ ആരാണ്? ആര്? പ്രവീൺ കുമാർ. അതുപോലെ തന്നെ പിന്നെ ആരാണ്? പി ആർ ശ്രീജേഷ് ഉണ്ടോ? ഇല്ല അല്ലെ, പി ആർ ശ്രീജേഷ് ഉൾപ്പെടുന്നില്ല. പി ആർ ശ്രീജേഷിന് 2024 എന്ത് കിട്ടിയിട്ടില്ല? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം കിട്ടിയിട്ടില്ല അല്ലെ. അതുപോലെ തന്നെ ഡി ഗുഗേഷിന് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഡി ഗുഗേഷ് അല്ലെ. ഡി ഗുഗേഷ് ആരാണ്? ഡി ഗുഗേഷ് ആരാണ് നമ്മൾ പഠിക്കേണ്ടത്? ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? ഖേൽരത്ന പുരസ്കാരം നേടിയ പ്രായം കുറഞ്ഞ താരമൊക്കെയാണ് ആര്? ഡി ഗുഗേഷ് അല്ലെ. അതുപോലെ തന്നെ മനു ബക്കർ അല്ലെ, അതായത് ഒളിമ്പിക് 2 വെങ്കല മെഡൽ നേടിയ ആരാണ്? ആര്? മനു ബക്കർ അല്ലെ. അപ്പം മനു ബക്കറിനും കൂടി എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ പറഞ്ഞ ഏതാണ് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മനു ബക്കർ ഏതാണ് സംസ്ഥാനം ചോദിച്ചതാണ്? ഹരിയാനയാണ് അല്ലെ. 2 മെഡലാണ് പാരീസ് ഒളിമ്പിക്സിൽ കിട്ടിയത് 2024 പാരീസ് ഒളിമ്പിക്സിൽ. അതായത് 10 മീറ്റർ എയർ പിസ്റ്റളിലും അതുപോലെ തന്നെ 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഐറ്റത്തിലാണ് എന്ത് കിട്ടിയത്? 2 മെഡൽ കിട്ടിയത്. ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡൽ നേടുന്ന ആദ്യത്തെ വനിതയാണ്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ വനിതയാണ് ആര്? മനു ബക്കർ. പക്ഷേ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ വനിത ചോദിച്ചാൽ അത് PV സിന്ധു ആണ്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ വനിതയാണ് ആര്? മനു ബക്കർ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2024-25 രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ്? ഏതാണ് ഉത്തരം? നമുക്കറിയാം അല്ലെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? വിദർഭയാണ്. ഏതാണ്? വിദർഭ. അതായത് ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചിട്ടാണ് ആര് കിരീടം നേടിയത്? രഞ്ജി ട്രോഫി കിരീടം നേടിയത് വിദർഭ അല്ലെ. രഞ്ജി ട്രോഫി എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ്, ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് ഇത് രഞ്ജി ട്രോഫി അല്ലെ. അപ്പോൾ കേരളം ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളം എന്ത് ചെയ്യുന്നത്? ഫൈനൽ എത്തുന്നത്. കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? സച്ചിൻ ബേബിയാണ് അല്ലെ. അതുപോലെ വിന്നറായത് വിദർഭയാണ്. കേരളത്തെയാണ് വിദർഭ എന്ത് ചെയ്തത്? പരാജയപ്പെടുത്തിയത്. വിദർഭ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അക്ഷയ് വാദ്കർ ആണ്. ആരാണ്? അക്ഷയ് വാദ്കർ ആണ്. വിദർഭയുടെ 3ാമത് കിരീടമാണ്. വിദർഭയുടെ 3ാമത് കിരീടമാണോ എന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 മികച്ച പുരുഷ താരത്തിനുള്ള ലോറസ് കായിക പുരസ്കാരം ലഭിച്ചത് അർമൻഡ് ഡുപ്ലെന്റിസിനാണ്. ശരിയാണോ തെറ്റാണോ ഈ പ്രസ്താവന? ശരിയാണല്ലോ. 2025 മികച്ച പുരുഷ താരമായിരുന്നു? അർമൻഡ് ഡുപ്ലെന്റിസ് ആയിരുന്നു അല്ല. അർമൻഡ് ഡുപ്ലെന്റിസ് ഇദ്ദേഹം നീന്തൽ താരമാണ്. അത് ശരിയാണോ? അല്ല, ഇദ്ദേഹം എന്താണ്? നീന്തൽ താരമല്ല അല്ലെ. പോൾ വാൾട്ട് അല്ലെ. ഒളിമ്പിക്സിലൊക്കെ പോൾ വാൾട്ടിൽ റെക്കോർഡ് നേടിയാണ്. പാരീസ് ഒളിമ്പിക്സിൽ അതുപോലെ തന്നെ മുന്നേ ടോക്കിയോ ഒളിമ്പിക്സിലൊക്കെ ഈ പോൾ വാൾട്ടിൽ സ്വർണ്ണം നേടിയ ആളാണ് ആര്? അർമൻഡ് ഡുപ്ലെന്റിസ്. അതേപോലെ 2024 അത് റെക്കോർഡും കൂടിയായിരുന്നു, ഒളിമ്പിക് റെക്കോർഡും കൂടിയായിരുന്നു അല്ലെ. അപ്പോൾ അതാണ് നീന്തൽ താരമല്ല. എന്താണ്? അദ്ദേഹം എന്താണ്? പോൾ വാൾട്ട് താരമാണ്. ഒളിമ്പിക്സിൽ സ്വീഡൻ എന്ന രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത്. അത് ശരിയാണ്. ഒളിമ്പിക്സിൽ ഏതാണ്? സ്വീഡൻ എന്ന രാജ്യത്തെയാണ് ആര് പ്രതിനിധീകരിക്കുന്നത്? അർമൻഡ് ഡുപ്ലെന്റിസ് അല്ലെങ്കിൽ മോണ്ടോ ഡുപ്ലെന്റിസ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ട് വരിക? 1 ശരിയാണ്, 2 തെറ്റാണ്, 3 ശരി. അപ്പോൾ 1 ശരി, 3 ശരി. അപ്പോൾ ഏതാ ഉത്തരം? ഓപ്ഷൻ സി ആണ് വരിക അല്ലെ. ഓപ്ഷൻ സി ആണ് വരിക അല്ലെ. ലോറസ് കായിക പുരസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കായിക മേഖലയിൽ നൽകുന്ന ഒരു പരമോന്നത പുരസ്കാരമാണ് അല്ലെ. അതേപോലെ തന്നെ എന്താണ്? ഇതിന്റെ 2025 ഈ പറഞ്ഞ മികച്ച വനിതാ താരമായിട്ട് തെരഞ്ഞെടുത്ത ആരായിരുന്നു? സിമോൺ ബെയിൽസ് ആണ്. ആരാണ്? സിമോൺ ബെയിൽസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഈ പറഞ്ഞ വേൾഡ് ടീം ഓഫ് ദി ഇയർ ഏതായിരുന്നു? റയൽ മാഡ്രിഡ് ആയിരുന്നു. വേൾഡ് ടീം ഓഫ് ദി ഇയർ റയൽ മാഡ്രിഡ് ആയിരുന്നു. വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആരായിരുന്നു? ബാഴ്സലോണയുടെ ഫുട്ബോൾ താരമായിട്ട് ആരാണ്? ലാമിൻ യമാൽ ആണ്. ആരാണ്? ലാമിൻ യമാൽ ആണ്. ഈ പുരസ്കാരം എന്താണ്? ഐക്കൺ ലോറസ് സ്പോർട്സ് ഐക്കൺ ചോദിക്കാൻ സാധ്യത ആരാണ്? ലോറസ് സ്പോർട്സ് ഐക്കൺ ആരായിരുന്നു? റാഫേൽ നദാൽ ആയിരുന്നു. ആരായിരുന്നു? റാഫേൽ നദാൽ ആയിരുന്നു. കഴിഞ്ഞ വർഷം ഈ പുരസ്കാരം കിട്ടിയായിരിക്കാണ്. കഴിഞ്ഞ വർഷം മികച്ച എന്താണ് പുരുഷ താരം ആരായിരുന്നു എന്ന് വെച്ചാൽ അതാരായിരുന്നു? നൊവാക് ജോക്കോവിച്ച് ആയിരുന്നു അല്ലെ, ടെന്നീസ് താരമായിട്ടുള്ള. അതുപോലെ വനിത ആരായിരുന്നു ചോദിച്ചാൽ 2024 കിട്ടിയ വനിത ആരാണ്? ഐറ്റാന ബോൺമാറ്റിയാണ്. ബാഴ്സലോണയുടെ ഫുട്ബോൾ താരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 2024 അർജുന അവാർഡ് നേടിയ വന്തിക അഗർവാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കായിക ഇനമാണ്? ചെസ്സാണ്. ഓപ്ഷൻ എ ആണ്, ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2032 ഒളിമ്പിക്സിന്റെ വേദി അല്ലെ. നമുക്കറിയാം 2024 പാരീസിലാണ് കഴിഞ്ഞത് അല്ലെ. എവിടെയാണ്? പാരീസ് ആയിരുന്നു. 2028 എവിടെയാണ്? ലോസ് ആഞ്ചലസ് ആണ്. ലോസ് ആഞ്ചലസ് ആണ്. 2028 ലോസ് ആഞ്ചലസ് ആണ്. ഇനി 2032 ലോസ് ആഞ്ചലസ് കഴിഞ്ഞ് എവിടെയാണ്? ബ്രിസ്ബെയിൻ ആണ്. എവിടെയാണ് ഉത്തരം വരിക? അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഏതാണ്? ബ്രിസ്ബെയിൻ അല്ലെ. അപ്പോൾ 2020 അല്ലെങ്കിൽ 20 ഒളിമ്പിക്സ് 21 നടന്നത് ടോക്കിയോ, 2024 പാരീസ്, 2028 ലോസ് ആഞ്ചലസ്, 2032 ബ്രിസ്ബെയിൻ. എവിടെയാണ് ബ്രിസ്ബെയിൻ? ഇംഗ്ലണ്ടിലാണ്. ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്?
ഇംഗ്ലണ്ടാണ്. ലോസ് ആഞ്ചലസ് എവിടെയാണ്? അമേരിക്കയിലാണ് അല്ല, അമേരിക്കയിൽ ഓൾറെഡി ലോസ് ആഞ്ചലസിൽ ഏതൊക്കെ ഒളിമ്പിക്സുകൾ നടന്നത്? 1932, 1984 PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ്, അതുപോലെ 2028 ഒളിമ്പിക്സ് അല്ലേ. 2028 ഒളിമ്പിക്സിൽ മത്സരീനമായിട്ട് പുതിയ മത്സരീനമായിട്ട് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയതിനെയാണ്, അത് ക്രിക്കറ്റാണ് അല്ലേ. ക്രിക്കറ്റ് മത്സരീനമായിരുന്ന ഏക ഒളിമ്പിക്സ് വെച്ച് ചെയ്താണത് 1900 പാരീസ് ഒളിമ്പിക്സ് ആയിരുന്നു, അതായത് രണ്ടാമത്തെ ഒളിമ്പിക്സ് അല്ലേ. അന്ന് വിന്നർ ആയതാരായിരുന്നു? ഫ്രാൻസ്. അന്ന് വിന്നറായത് ആതിഥേയരായിട്ടുള്ള ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ട് ആരായിരുന്നു? ഇംഗ്ലണ്ട് ആയിരുന്നു. ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓപ്ഷൻ ഏതാണ്? ഇന്ത്യയാണ്. അതായത് അണ്ടർ-19 വനിതാ T20 വേൾഡ് കപ്പിന്റെ രണ്ടാമത്തെ പതിപ്പാണ്. പ്രഥമ പതിപ്പ്, ആദ്യത്തെ പതിപ്പിലും വിന്നർ ആയതായിരുന്നു? ഇന്ത്യയാണ്. രണ്ടാമത്തെ പതിപ്പിലും വിന്നർ ഇന്ത്യയാണ്. അപ്പൊ 2 പ്രാവശ്യം നടന്നിട്ടുള്ളൂ, 2 പ്രാവശ്യം വിന്നർ ആയതാണ് ഇന്ത്യയാണ്. ഇന്ത്യ ആരെയാണ് തോൽപ്പിച്ചത്? സൗത്ത് ആഫ്രിക്കയാണ്. ഇത് ആരെയാണ് തോൽപ്പിച്ചത്? സൗത്ത് ആഫ്രിക്കയാണ് തോൽപ്പിച്ചത്. ഓർത്തിരിക്കുക. അപ്പൊ 2024 അല്ലെ മെൻസ് T20 അല്ലെ, പുരുഷ T20 വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. അതിലും ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചാണ് കിരീടം നേടിയത്. അണ്ടർ-19 വുമൺസ് T20 ലോകകപ്പിലും ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചാണ് കിരീടം നേടിയത് അല്ലേ. അപ്പൊ ഇന്ത്യൻ അണ്ടർ-19 വനിതാ T20 ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു വെച്ചാൽ അത് നിക്കി പ്രസാദ് ആണ്. ആരാണ്? നിക്കി പ്രസാദ് അല്ലെ. നോർമൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആണ്. പക്ഷെ അണ്ടർ-19 വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? നിക്കി പ്രസാദ് ആയിരുന്നു. അതുപോലെ തന്നെ അണ്ടർ-19 പുരുഷ ടീമിന്റെ ക്യാപ്റ്റനാണ് ആര്? ആയുഷ് മാത്രേ അല്ലെ. ഈ പറഞ്ഞ IPL ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായിരുന്നു ആര്? ആയുഷ് മാത്രേ. ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് PSC ഓൾറെഡി ചോദിച്ചതാണ്. അപ്പോൾ ആദ്യത്തെ 2024 ICC T20 കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. അതെന്താണ്? ശരിയാണല്ലോ, ഇന്ത്യക്കാണ് കിരീടം നേടിയത്. ഇന്ത്യയുടെ രണ്ടാമത്തെ T20 വേൾഡ് കപ്പ് കിരീടമാണല്ലോ. ആദ്യ പ്രഥമ T20 2007 MS ധോണി ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും കിട്ടിയതായിരിക്കായിരുന്നു ഇന്ത്യക്കായിരുന്നു അല്ലേ. അടുത്ത 2024 ICC പുരുഷ T20 റണ്ണേഴ്സ്, അതായത് ഇന്ത്യ ആരെയാണ് തോൽപ്പിച്ചതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ആരെയാണ്? ദക്ഷിണാഫ്രിക്കനെയാണ് തോൽപ്പിച്ചത്. ആരെയാണ് തോൽപ്പിച്ചത്? ദക്ഷിണാഫ്രിക്കനെയാണ്. ടൂർണമെന്റ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ജസ്പ്രീത് ബുംറയാണ്. ആ പ്രസ്താവന തെറ്റാണ്. ജസ്പ്രീത് ബുംറ അല്ല. ടൂർണമെന്റ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് 2 പേരാണ്. വിക്കറ്റ് നേടിയ ഒന്ന് ഇന്ത്യക്കാരനായിട്ടുള്ള അർഷദീപ് സിംഗ് ആണ്. അതുപോലെ തന്നെ ഫസൽ ഹക്ക് ഫാറൂഖി, അഫ്ഗാനിസ്ഥാൻ താരമായിട്ടുള്ള ഫസൽ ഹക്ക് ഫാറൂഖിയും അർഷദീപ് സിംഗും ആണ്. രണ്ടുപേരും 17 വിക്കറ്റുകളാണ് നേടിയത്. അതുപോലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ്? റഹ്മനുള്ള ഗുർബാസ് ആണ്. അഫ്ഗാനിസ്ഥാൻ താരമായിട്ടുള്ള റഹ്മനുള്ള ഗുർബാസ് ആണ്, ഓർത്തിരിക്കുക. അതേപോലെ പരമ്പരയിലെ താരം ആരായിരുന്നു വെച്ചാലാണ്? ആ ടൂർണമെന്റിലെ താരം ആരായിരുന്നു? അത് ജസ്പ്രീത് ബുംറ ആയിരുന്നു. അപ്പൊ ഏതാണ്? 1, 2 ശരിയാണ്. അപ്പൊ ഓപ്ഷൻ B ആണ് ഉത്തരം വരിക. ഏതാണ്? 1, 2 ശരി. 1, 2 ശരിയാണ്. 3 അർഷദീപ് സിംഗും ഫസൽ ഹക്ക് ഫാറൂഖിയായിരുന്നു കൂടുതൽ വിക്കറ്റ് നേടിയത്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ദ്രോണാചാര്യ പുരസ്കാരം നേടിയ S മുരളീധരൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. അതായത് മികച്ച പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഇതെന്ന് പറഞ്ഞാൽ ദ്രോണാചാര്യ പുരസ്കാരം. അപ്പോൾ S മുരളീധരൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബാഡ്മിന്റൺ ആണ്. ഏതാണ്? ബാഡ്മിന്റൺ. അദ്ദേഹത്തിന് ലൈഫ് ടൈം കാറ്റഗറിയിലാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ലൈഫ് ടൈം കാറ്റഗറിയിലെ പുരസ്കാര തുക എത്രയാണ്? 15 ലക്ഷം രൂപയാണ്. റെഗുലർ കാറ്റഗറി ആണെങ്കിൽ 10 ലക്ഷം രൂപയാണ്. ഓക്കെ. S മുരളീധരൻ ബാഡ്മിന്റൺ ആണ്. ഏതാണ്? ബാഡ്മിന്റൺ ആണ്. ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ. ദ്രോണാചാര്യ പുരസ്കാരം ആരംഭിച്ചപ്പോഴാണ്? 1985. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 78ാമത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. 78ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ് അല്ലെ. 78ാമത് സന്തോഷ് ട്രോഫി കിരീടം ആരാ നേടിയത്? അതാരാണ്? പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ആയിരുന്നു അല്ലെ. വെസ്റ്റ് ബംഗാളിന്റെ 33ാമത് കിരീടമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റണ്ണർ അപ്പ് ആരെയാ തോൽപ്പിച്ചത്? കേരളത്തെ 1-0 പരാജയപ്പെടുത്തിയാണ് 78ാമത് സന്തോഷ് ട്രോഫി കിരീടം ആര് നേടിയത്? പശ്ചിമ ബംഗാൾ നേടിയത് അല്ലെ. 2023-24 ആരായിരുന്നു? അത് സർവീസസ് ആയിരുന്നു. 2022-23 അത് കർണാടകയായിരുന്നു അല്ലെ. ഓർത്തിരിക്കുക, കേരള ടീമിന്റെ പരിശീലകൻ ആരാന്ന് ഓർത്തിരിക്കുക. അതാരാണ്? ബിബി തോമസ് ആണ് കേട്ടോ. കേരള ടീമിന്റെ പരിശീലകൻ ബിബി തോമസ് ആണ്. ഫൈനലിന്റെ വേദി എവിടെയായിരുന്നു? അത് ഹൈദരാബാദ് ആയിരുന്നു. തെലങ്കാനയിലെ ഹൈദരാബാദ് ആയിരുന്നു അല്ലെ.
അടുത്തതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ 2025 ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മൗലി അല്ലെങ്കിൽ മൗളി എന്താണ്? അത് ശരിയാണല്ലോ, മൗളി അല്ലെങ്കിൽ മൗലിയാണ്. അതുപോലെ തന്നെ 2021 ദേശീയ ഗെയിംസിൽ മഹാരാഷ്ട്ര ജേതാക്കളായി. മഹാരാഷ്ട്രയാണോ ജേതാക്കളായത്? മഹാരാഷ്ട്രയ്ക്ക് 2ാം സ്ഥാനമായിരുന്നു. ജേതാക്കളായതായിരുന്നു. അപ്പോൾ തെറ്റാണ്. ഏതാണ്? സർവീസസ് ആയിരുന്നു അല്ലേ. 1ാം സ്ഥാനം സർവീസസ്, 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം ഹരിയാന. പഠിച്ചിരിക്കുക, സർവീസസ്, മഹാരാഷ്ട്ര, ഹരിയാന. കേരളം 14ാം സ്ഥാനം കരസ്ഥമാക്കിയത്. കേരളം അത് ശരിയാണ്. കേരളത്തിന് 13 സ്വർണ്ണമാണ് ലഭിച്ചത്. 13 സ്വർണ്ണത്തോടെ കേരളത്തിന് സ്ഥാനത്തായിരുന്നു, 14ാം സ്ഥാനത്തായിരുന്നു. അത് ശരിയാണ് അല്ലേ. അപ്പോൾ ഇതിന്റെ വേദി എവിടെയായിരുന്നു? 2025 എത്രാമത്തെയായിരുന്നു? 38ാമത് ദേശീയ ഗെയിംസ് ആയിരുന്നു. അതിന്റെ വേദി എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡാണ് അല്ലേ. വേദി എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡാണ്. ഓക്കെ. അതുപോലെ തന്നെ ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെയാണ് നടന്നത്. അവിടെ ഒരു പേര് ഓർത്തിരിക്കുക, ഹർഷിത ജയറാം. ഹർഷിത ജയറാം. ആരാണ് ഹർഷിത ജയറാം? ഈ പറഞ്ഞ കേരളത്തിന് വേണ്ടിയിട്ട് ദേശീയ ഗെയിംസിൽ 3 സ്വർണം, നീന്തലിൽ 3 സ്വർണം കരസ്ഥമാക്കിയ വ്യക്തിയാണ് ആര്? ഹർഷിത ജയറാം. ഹർഷിത ജയറാം ഓർത്തിരിക്കുക, നീന്തൽ താരമാണ്. ദേശീയ ഗെയിംസിൽ 3 സ്വർണമാണ് ആര് നേടിയത്? കേരളത്തിന് വേണ്ടിയിട്ട് ഹർഷിത ജയറാം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക ചെസ് ചാമ്പ്യൻ ആരായിരുന്നു? 2024 ലോക ചെസ് ചാമ്പ്യൻ ആരായിരുന്നു? ആരാണത്? അത് അതായത് ഇന്ത്യക്കാരനാണല്ലോ. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത ഉള്ളത്, എന്നാൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാണ്. ആരാണത്? ഡി ഗുഗേഷ് ആണല്ലോ. ആരാണ്? ഡി ഗുഗേഷ്. ഓപ്ഷൻ സി. ആരാണ്? ഡി ഗുഗേഷ് ആണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ചൈനയുടെ ഡിങ് ലിറൻ ആണ്. ഏതാണ്? ചൈനയുടെ ഡിറനെയാണ്. ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഡി ഗുഗേഷ് എന്ത് നേടിയത്? 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് എന്ത് ചെയ്തത്? വിൻ ചെയ്തത്. ഓർത്തിരിക്കാം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോയും ടോപ്പിക്കിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ നമ്മുടെ ഈ വീഡിയോയുടെ ചാറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ചാനലിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. ഓക്കെ. അപ്പോൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഞാൻ പറയുന്നില്ല. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. 14 ക്വസ്റ്റ്യൻസിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഇതിൻ്റെ ഉത്തരം ലാസ്റ്റ് വരെ വീഡിയോ കാണുന്നവരെന്ത് ചെയ്യുക? ഉത്തരം കമൻറ്റ് ചെയ്യുക. ആരൊക്കെ നമുക്ക് ഈ ലാസ്റ്റ് വരെ വീഡിയോ ഇന്ന് കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ലാസ്റ്റ് വരെ കാണുന്നവരെന്ത് ചെയ്യുക? നിങ്ങൾ ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. പൊതുവെ ഓരോ അതായത് മലയാളി IPLുമായിട്ട് ബന്ധപ്പെട്ട മലയാളി ക്രിക്കറ്റ് താരങ്ങളും അവരുടെ ഏത് IPL ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെ ജോഡികളാണ് ശരിയായിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ 4 പേരാണുള്ളത്. ഒന്ന് സച്ചിൻ ബേബി സൺറൈസേഴ്സ് ഹൈദരാബാദ് നിന്നാണ്, വിഘ്നേഷ് പുത്തൂർ മുംബൈ ഇന്ത്യൻസ്, സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ്, വിഷ്ണു വിനോദ് ഗുജറാത്ത് ടൈറ്റൻസ്. ഇതിൽ എത്ര ജോഡികളാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ എത്ര ജോഡികളാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്. അതിൽ തെറ്റായ ജോഡി ഏതാണ് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക? അതെന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തെറ്റായ ജോഡി എന്ത് ചെയ്യുക? അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ 2025 IPL കിരീടം നേടിയ ആരായിരുന്നു? ആരേതായിരുന്നു? ഏത് ടീമായിരുന്നു? നമ്മുടെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ് അല്ലേ. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ്. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ കന്നി കിരീടമാണ്. അതുപോലെ തന്നെ എന്താണ്? ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? രജത് പട്ടിഡാർ ആയിരുന്നു അല്ലേ. രജത് പട്ടിഡാർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൽ എന്താണ്? ഏതെങ്കിലും ജോഡി തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ തെറ്റായ ജോഡി എന്ത് ചെയ്യുക? തിരുത്തിയിട്ടും കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക. ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻസർ നോക്കി കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ. അറിയുന്നവർ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക? നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നാളെ ഡിഗ്രി പ്രിലിംസ് എക്സാം ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? നന്നായിട്ട് എന്ത് ചെയ്യുക? എക്സാം ചെയ്ത ടൈമൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ എന്ത് ചെയ്യുക? എക്സാം ചെയ്ത എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.